മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, യഗ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ. നിങ്ങൾ ഒരു 5 അവസരങ്ങളെ ജീവിതത്തിൻ്റെ ഏറ്റവും വിലപ്പെട്ട അവസരമായി കാണണം. 5 അവസരങ്ങളെ ജീവിതത്തിൻ്റെ ഏറ്റവും വിലപ്പെട്ട അവസരമായി കാണണം എന്ന് പറഞ്ഞിടത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പറഞ്ഞത് ഷബാബക്, സഹോദര, നിൻ്റെ യുവത്വം ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അവസരമാണ്. ഗനീമത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയുന്നതാണ്, നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു വാക്കാണ്, അറബിയാണെങ്കിൽ പോലും. അഥവാ സമ്പത്ത് വാരിക്കൂട്ടാൻ പറ്റുന്ന സന്ദർഭമാണ് യുവത്വം. അതുകൊണ്ട് ആ കാലഘട്ടത്തെ നിങ്ങൾ ഏറ്റവും നല്ല അവസരമായി കണ്ടുകൊണ്ട് പുണ്യങ്ങൾ സാധിക്കുന്നിടത്തോളം ചെയ്തു കൂട്ടണമെന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുവത്വം എന്ന ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭത്തെ സംബന്ധിച്ച് പറയുന്നിടത്ത് നമ്മളോടെല്ലാം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു വചനത്തിൽ നമുക്കിങ്ങനെ കാണാം, സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു ഫി ളില്ലി. 7 പേർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് ഏറ്റവും വലിയ ആദരവ് നൽകും. അവർ സാധാരണക്കാരല്ല, വലിയ ആദരവിന് അർഹരായ ആൾക്കാരാണ്. അത് ഏതെങ്കിലും പ്രത്യേകമായ ഒരു നാട്ടുകാരോ ദേശക്കാരോ അല്ലെങ്കിൽ ഭാഷക്കാരോ അങ്ങനെയുള്ളവരൊന്നുമല്ല. ജീവിതത്തിൽ കുറേ നന്മകൾ സൂക്ഷിച്ച് കൊണ്ടു നടന്ന ചില വ്യക്തികളെ അല്ലാഹു തആല ഏറ്റവും വലിയ ആദരവ് നൽകി സ്വീകരിക്കും. അത് പറഞ്ഞിടത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഷാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്. അള്ളാഹുവിൻ്റെ ചിന്തയിലായി അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് അള്ളാഹു ഒരു കാര്യം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇത് എൻ്റെ ജീവിതത്തിൻ്റെ നന്മയ്ക്കാണ്, എൻ്റെ പരലോകത്തിന് വേണ്ടിയുള്ളതാണ് എന്ന തിരിച്ചറിവിൽ ആ ദീനിയായ ഉപദേശങ്ങളെ ജീവിതത്തിൽ പാലിച്ചവർ, അള്ളാഹുവിൻ്റെ റസൂല് ഒരു കാര്യം വിലക്കിയിട്ടുണ്ടെങ്കിൽ ഈ വിലക്ക് എനിക്ക് വേണ്ടിയുള്ളതാണ്, എൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു മനുഷ്യൻ അവൻ്റെ യുവത്വത്തെ ജാഗ്രതയോടെ ശ്രദ്ധയോടെ ജീവിക്കുകയാണെങ്കിൽ, കഴിച്ചുകൂട്ടുകയാണെങ്കിൽ, അവൻ പരലോകത്ത് എല്ലാ മനുഷ്യരും അവനവൻ്റെ കർമ്മങ്ങളുടെ പേരിൽ വിലപിക്കുന്ന ഘട്ടത്തിൽ, അവനവൻ്റെ കർമ്മങ്ങളെ ഓർത്ത് അസ്വസ്ഥപ്പെടുന്ന സന്ദർഭത്തിൽ രക്ഷയുടെ മാർഗം ഏതുണ്ട് എന്ന് ഓടി അലയുന്ന സമയത്ത് അല്ലാഹു തആല സവിശേഷമായ സ്ഥാനം നൽകി അനുഗ്രഹിക്കാൻ പോകുന്നത്, ആദരിക്കാൻ പോകുന്നത് ഈ യുവാവിനെയാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറയുന്ന വാക്കുകൾ ശരിക്കും യുവാക്കളുടെ സമൂഹമേ നമ്മൾ മനസ്സുകൊണ്ട് കേൾക്കേണ്ടതാണ്. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യുവാക്കളെ ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, വിശുദ്ധ ദീനിൻ്റെ വളർച്ചയുടെ പിന്നിൽ പ്രവർത്തിച്ച ചാലക ശക്തികൾ മുഴുവൻ യുവാക്കളുടെ രക്തമാണ്, അല്ലെങ്കിൽ യുവാക്കളുടെ കാര്യക്ഷമതയാണ്, യുവാക്കളുടെ പ്രവർത്തനങ്ങളാണ്. എത്രയേറെ ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ കഴിയും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ഒരു യുവാവിൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട്, യാ ഗുലാം, മോനെ. എന്താണ് ആ പറയുന്ന വാക്കിൻ്റെ അർത്ഥം? ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, മോനെ, ഞാൻ നിനക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുകയാണ്. നിന്റെ ജീവിതത്തിന് വേണ്ടി, എൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടല്ല, എനിക്കെന്തെങ്കിലും ഗുണം കിട്ടാൻ വേണ്ടിയിട്ടല്ല, നീ ഒരു നല്ലൊരു ജീവിതത്തിലേക്ക് വളർന്നു വരാൻ, നിന്റെ ഭാവി സുന്ദരമായ ഒരവസ്ഥയിലേക്ക് എത്താൻ ഞാൻ നിനക്ക് ചില ഉപദേശങ്ങൾ തരികയാണ്. യഹ്ഫളില്ലാഹ യഹ്ഫളുക, നീ അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കും. നിന്റെ രഹസ്യത്തിലും പരസ്യത്തിലും നീ അള്ളാഹിനെ ഭയന്ന് ജീവിക്കും. അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തിൻ്റെ കീഴിലാണ് എന്ന ഒരു ബോധ്യത്തിൽ നീ ജീവിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു യുവാവിൻ്റെ തോളിൽ കൈവച്ച് കൊടുക്കുന്ന സ്നേഹോപദേശത്തിൻ്റെ ഒന്നാമത്തെ വചനം അതാണ്, യാ ഗുലാം ഇഹ്ഫളില്ലാഹ്, നീ അള്ളാഹുവിനെ ഭയക്ക്, അള്ളാഹുവിനെ സൂക്ഷിച്ച് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ പാലിച്ച് ജീവിക്കുക. എന്നാൽ യഹ്ഫളുക, നിന്റെ മുഴുവൻ പ്രതിസന്ധിയിലും അള്ളാഹ് നിന്റെ കൂടെ ഉണ്ടാകും. കാരണം നിന്റെ പ്രായം അതാണ്. എന്തും ചെയ്യാൻ തോന്നുന്ന രക്തത്തിളപ്പിൻ്റെ ഈ പ്രായത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ബോധ്യത്തിൽ നീ ലോകത്ത് ജീവിക്കുമെങ്കിൽ നിന്റെ പ്രതിസന്ധികളിൽ മുഴുവൻ നിന്നോടൊപ്പം നിന്റെ റബ്ബുണ്ടാകും മോനെ എന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. യഹ്ഫളില്ലാഹ തജിദുഹു തുജാഹക്, നീ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുകയാണെങ്കിൽ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ നീ പാലിക്കുകയാണെങ്കിൽ, നിന്റെ ആവശ്യ സന്ദർഭത്തിൽ നിന്റെ മുമ്പിൽ നിനക്ക് അള്ളാഹിനെ കാണാൻ കഴിയും. നിന്റെ പ്രയാസങ്ങളിൽ നിന്റെ നേർക്ക് നേരെ മുമ്പിൽ അള്ളാഹുവിനെ നിനക്ക് കാണാൻ കഴിയും. അള്ളാഹിനെ കണ്ടുകൊണ്ട് നിനക്ക് ഈ ലോകത്ത് ജീവിക്കണോ? നിന്റെ ഈ ചെറുപ്രായം
നിന്റെ ഈ നല്ല പ്രായം നീ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ബോധത്തിൽ, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ചിന്തയിൽ അള്ളാഹിൻ്റെ വിധിവിലക്കുകളെ പാലിച്ചുകൊണ്ട് നിന്റെ യുവത്വത്തെ നീ ചെലവെക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. എന്നിട്ട് ഒരു യുവാവിനുണ്ടാകേണ്ടുന്ന ആത്മാഭിമാനം എത്രത്തോളം ആയിരിക്കണം, അതതിൻ്റെ പരമാവധിയിൽ വളർത്തി നിർത്തിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നീ ആരോടും ഒരു സഹായവും ചോദിക്കാൻ പോകണ്ട. ഇതാ സഅൽത ഫസ്അലില്ല, നിനക്ക് ചോദിക്കാനുള്ളതെല്ലാം മോനെ നീ അല്ലാഹുവോട് ചോദിക്കും. നീ നാട്ടുകാരുടെ മുമ്പിൽ കൈനീട്ടണ്ട, നീ ആരുടെയും മുമ്പിൽ ചെറുതായി പോകണ്ട. നീ ആത്മാഭിമാനമുള്ള ഒരു യുവാവായി വളർന്നു വരണം. അതുകൊണ്ട് ഫസ്അലില്ല, നീ അല്ലാഹുവോട് ചോദിച്ച് മോനെ നിന്റെ കാര്യങ്ങൾ നടത്തുക എന്ന് അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അതുപോലെ ഇദസ്തഅൻത, നിനക്ക് എന്തെങ്കിലും ഒരു സഹായം വേണമെങ്കിൽ ആ സഹായവും നീ അള്ളാഹുവിനോട് ചോദിക്കുകയും. എന്നിട്ട് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീനിയായ ജീവിതത്തെ കാര്യക്ഷമമായി മുറുകെ പിടിക്കാനുള്ള ഉപദേശത്തിൻ്റെ അവസാനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: മോനെ നീ മനസ്സിലാക്കണം, യഅലം, നീ മനസ്സിലാക്കണം, അന്നൽ ഉമ്മ, ഈ സമൂഹം ഒന്നടങ്കം, ലബിജ്തമഅത്, അവരെല്ലാവരും കൂടെ നിനക്കൊരു ഉപകാരം ചെയ്യാൻ തീരുമാനിച്ചാലും നിനക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ അവർ കഴിയില്ല. അള്ളാഹ് തീരുമാനിച്ചതേ നിന്റെ ജീവിതത്തിൽ വരൂ. നിന്നെ ഉപദ്രവിക്കാൻ വേണ്ടി ലോകം മുഴുവൻ തീരുമാനിച്ചാലും അള്ളാഹ് തീരുമാനിച്ചതേ നിന്റെ ജീവിതത്തിൽ വരുള്ളൂ. അതുകൊണ്ട് അള്ളാഹുവിനെ മുന്നിൽ കണ്ട് അള്ളാഹിൻ്റെ കൽപ്പനകളെ പാലിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യയെ പാലിച്ച് ഈ ലോകത്ത് ജീവിക്കുകയാണെങ്കിൽ നിന്നെ ഉപദ്രവിക്കാൻ ആർക്കും കഴിയില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ചെറുപ്പക്കാരൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് പറയാണ്. ഇത് സഹോദരങ്ങളെ, യുവാക്കളുടെ സമൂഹമേ, നമ്മളെല്ലാം കേൾക്കാനുള്ളതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും ഒരു യുവാവിൻ്റെ തോളിൽ വെച്ച് കൈവച്ചു പറഞ്ഞ ആ വാക്ക് ഈ സമൂഹത്തിലെ മുഴുവൻ യുവാക്കളോടുമാണ്, ഏതെങ്കിലും ഒരു വ്യക്തിയോടുള്ളതല്ല. നമ്മളെല്ലാം നമ്മുടെ ജീവിതത്തിൽ കരുതലോടുകൂടി പാലിക്കേണ്ടുന്ന ജീവിത പാഠങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതോടൊപ്പം ആത്മാഭിമാനത്തോടുകൂടി ജീവിക്കാൻ വേണ്ടുന്ന ഉപദേശങ്ങളും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനോടൊപ്പം ചേർത്ത് വെച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ വിശ്വസിച്ചത് കുറച്ച് യുവാക്കളാണ്. മൂസ നബിയെ സപ്പോർട്ട് ചെയ്ത് ഒപ്പം നിന്നത് കുറച്ച് യുവാക്കളാണ്. ആ യുവാക്കളുടെ പിന്തുണയിലൂടെയാണ് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദഅവത്തിന്റെ ദൗത്യം ഏറ്റവും വിജയകരമായി പൂർത്തീകരിച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം പറയുമ്പോൾ ഒരു മഹാനായ വ്യക്തിയെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു ഉദാഹരണമായിട്ട് വെക്കാം. അത് ചെറുപ്പക്കാരൻ, യോഗ്യനായ ചെറുപ്പക്കാരൻ, സുമുഖനും സുന്ദരനുമായ ചെറുപ്പക്കാരൻ, ഉന്നത കുടുംബത്തിൽ പിറന്നു വീണ ചെറുപ്പക്കാരൻ, ജീവിതത്തിൻ്റെ മുഴുവൻ സൗഭാഗ്യങ്ങളും ആവശ്യത്തിലേറെ അനുഭവിച്ച ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരനെ നോക്കി മക്ക മുഴുവൻ പറഞ്ഞു, ഇതെന്തൊരു സൗഭാഗ്യവാനാണ്. ആ മനുഷ്യൻ നടന്നു പോകുന്ന വഴിയിൽ അദ്ദേഹം ഉപയോഗിച്ച സുഗന്ധ വസ്തുക്കളുടെ മണം തളം കെട്ടി നിൽക്കുമായിരുന്നു. ആ വഴിയിലൂടെ വേറൊരാൾ വന്നാൽ അയാൾക്ക് മനസ്സിലാകും ഈ വഴിയിലൂടെ മുസ്അബ് ബിൻ ഉമൈർ കടന്നു പോയിട്ടുണ്ട് എന്ന്. ഉപ്പ വലിയ സമ്പന്നനാണ്, ഉമ്മ അതിനേക്കാൾ വലിയ സമ്പന്നനാണ്. ഉമ്മയുടെ സ്നേഹലാളനയിൽ പരിലാളനയിൽ വളർന്ന മുസ്അബ് റളിയല്ലാഹു അൻഹുവിന് ഉമ്മ ആവശ്യത്തിലേറെ സമ്പത്ത് വാരിക്കോരി കൊടുത്തു. നാട്ടിൽ ഒരു ചെറുപ്പക്കാരനും ഉപയോഗിക്കാത്ത വസ്ത്രങ്ങൾ ഉമ്മ കരുതലോടുകൂടി ആ മകന് വാങ്ങിക്കൊടുത്തു. നാട്ടിൽ ഒരു ചെറുപ്പക്കാരനും അന്ന് ഉപയോഗിക്കാത്ത സുഗന്ധദ്രവ്യങ്ങൾ വാങ്ങിക്കൊടുത്തു. ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ എന്തെല്ലാമാണോ അതെല്ലാം നിർവഹിക്കുന്നിടത്ത് ഈ ഉമ്മ മകനോടൊപ്പം നിന്നു. അതുകൊണ്ട് സൗഭാഗ്യങ്ങളുടെ നടുവിൽ വളർന്നു വന്ന ആ മനുഷ്യൻ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിൽ ഒരു സമയത്ത് എത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ആ വാക്കുകളിൽ ഒരു ദൈവീകത അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു സന്ദേശമാണ് അതെന്ന് മഹാനായ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു തിരിച്ചറിയുകയാണ്. ഒരു ചെറുപ്പക്കാരൻ, എല്ലാ സൗഭാഗ്യവും അനുഭവിച്ച ചെറുപ്പക്കാരൻ, അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശ്വസിക്കുകയും ആ വിശ്വസിച്ചതിൻ്റെ പേരിൽ ജീവിതത്തിൽ അതുവരെ അനുഭവിച്ച മുഴുവൻ സൗഭാഗ്യങ്ങളും നഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു അതേ മക്കയിലൂടെ ജീവിച്ചു. ജീവിതത്തിൻ്റെ കാലുഷ്യങ്ങൾ മുഴുവൻ അനുഭവിച്ചുകൊണ്ട് അതേ മക്കയിലൂടെ ഇന്നലെ വരെ സൗഭാഗ്യങ്ങളെ മുഴുവൻ കൊണ്ടു നടന്ന മനുഷ്യൻ ഇന്നൊന്നുമില്ലാത്തവനായി ആ മക്കയുടെ തെരുവിലൂടെ നടക്കുമ്പോൾ
ജനങ്ങൾ അത്ഭുതം കൂറി. എന്തു പറ്റി മുസ്അബിന്? മുസ്അബിനൊന്നും പറ്റിയിരുന്നില്ല. പക്ഷെ അതുവരെ ജീവിച്ചിരുന്ന ജീവിതം ശരിയല്ല എന്ന് മുസ്അബ് തിരിച്ചറിഞ്ഞതല്ലാതെ വേറെ ജീവിതത്തിൽ ഒരു മാറ്റവും സംഭവിച്ചില്ല. ഈ കുടുംബങ്ങൾ ഒന്നായിട്ട് മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെതിരെ തിരിഞ്ഞു. ഉമ്മ ഒന്നും കൊടുക്കില്ല എന്ന് പറഞ്ഞു. ഉപ്പ ശക്തമായ താക്കീത് നൽകി. എന്തൊക്കെ നിങ്ങൾ എനിക്ക് വിലക്കിയാലും, ജീവിതത്തിന്റെ എന്തെല്ലാം സൗഭാഗ്യങ്ങൾ വിലക്കിയാലും അതെല്ലാം ഒഴിവാക്കിയിട്ട് റബ്ബിന്റെ മാർഗത്തിൽ എല്ലാം ത്യജിച്ച് സർവസംഘ പരിത്യാഗിയായി ഈ ലോകത്ത് റബ്ബിന്റെ പ്രീതിയെ മാത്രം കാംക്ഷിച്ച് ജീവിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന മുസ്അബ് ബിൻ ഉമൈറിന്റെ പ്രഖ്യാപനത്തിന് മുമ്പിൽ മാതാപിതാക്കളെല്ലാം കീഴൊതുങ്ങി കൊടുത്തു. അവസാനം മഹാനായ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ മദീനയിലെത്തി മുസ്അബ് റളിയല്ലാഹു അൻഹു. ഈ സുമുഖനായ ചെറുപ്പക്കാരൻ, നല്ല സുന്ദരമായി സംസാരിക്കാൻ കഴിയുന്ന ചെറുപ്പക്കാരൻ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ കഴിവുകളെ ഉപയോഗപ്പെടുത്തി മദീനയിലേക്ക് പറഞ്ഞയച്ചു. മദീനയിലെത്തിയ മുസ്അബ് റളിയല്ലാഹു അൻഹു ഏതെങ്കിലും തോട്ടങ്ങളിൽ ഒരുമിച്ച് കൂട്ടി നിൽക്കുന്ന ആൾക്കാരോട് ചെന്ന് അള്ളാഹുവിനെ സംബന്ധിച്ച്, അള്ളാഹുവിന്റെ ദീനിനെ സംബന്ധിച്ച് പറയാൻ തുടങ്ങി. അങ്ങനെ ആ കേട്ടവർ മഹാനായ റസൂലുള്ളാഹി, മഹാനായ മുസ്അബ് ബിൻ ഉമൈറിന്റെ പാലുപോലെ സുന്ദരമായ ആ വാക്കുകൾ കേട്ടിട്ട് വിശുദ്ധ ദീനുൽ ഇസ്ലാം സ്വീകരിക്കാൻ തുടങ്ങി. മക്കയിലെ പ്രധാനപ്പെട്ട പല വ്യക്തികളും നേതാക്കന്മാരും മുസ്അബിനെ കുറിച്ച് അറിഞ്ഞു. മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെ ഇതിൽ നിന്നും വിലക്കണം. മദീനയിലെ പ്രധാനികൾ പലരും അറിഞ്ഞ് മുസ്അബിനെ കുറിച്ച് അന്വേഷിച്ച് വരാൻ തുടങ്ങി. നിങ്ങൾ ഈ പരിപാടി നിർത്തിയിട്ട് തിരിച്ചു പോകണമെന്ന് പറഞ്ഞു. ആ സമയത്ത് മുസ്അബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ പറയുന്ന വാക്കുകൾ നിങ്ങൾ ഒരല്പസമയം ക്ഷമാപൂർവ്വം ഇരുന്ന് കേൾക്ക്. ഞാൻ പറയുന്നതിൽ ശരിയുണ്ടെങ്കിൽ അംഗീകരിക്ക്, ഇല്ലെങ്കിൽ നമുക്കതിന് ശേഷം ആലോചിക്കാമല്ലോ. ആ സദസ്സിൽ മുസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ, അദ്ദേഹം ദീൻ പറയുന്ന സദസ്സിൽ ഒരല്പസമയം ഇരുന്ന ഇസ്ലാമിക വിരുദ്ധര് മുഴുവൻ വിശുദ്ധ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ബനു അബ്ദുൽ അഷ്ഹൽ എന്ന് പറയുന്ന വലിയൊരു കുടുംബം തന്നെ വിശുദ്ധ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഞാൻ പറയുന്നത് ഒരു യുവാവിനെ സംബന്ധിച്ചാണ്. ജീവിതത്തിന്റെ സൗഭാഗ്യങ്ങൾ മുഴുവൻ അള്ളാഹുവിന്റെ ദീൻ അനുസരിച്ചാണ് ഞാൻ ഈ ലോകത്ത് ജീവിക്കേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞ സമയത്ത് ഒഴിവാക്കാൻ തയ്യാറായ ഒരു യുവാവിനെ സംബന്ധിച്ചാണ്. ഈ യുവാവ്, സഹോദരങ്ങളെ, നമ്മുടെ മുമ്പിൽ മാതൃകയാണ്. യുവാക്കളുടെ സമൂഹമേ നമ്മുടെ മുമ്പിൽ മാതൃകയാണ്. അള്ളാഹുവിന്റെ ദീനാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ സ്ഥാനം. അള്ളാഹുവിന്റെ റസൂൽ എന്താണോ പറഞ്ഞത് അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ സ്ഥാനം എന്ന് നമ്മൾ തിരിച്ചറിയണം. ലോകത്തിലെ ഏറ്റവും വലിയ സേവനങ്ങൾ ചെയ്ത മഹാപണ്ഡിതന്മാർ മുഴുവൻ അവരുടെ വലിയ സേവനങ്ങളെല്ലാം പൂർത്തീകരിച്ച യുവത്വത്തിലാണ്. എല്ലാ പണ്ഡിതന്മാരെയും നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ, യുവത്വത്തിൽ തന്നെ അവർ വലിയ വലിയ സേവനങ്ങൾ ഈ ലോകത്തിൽ ചെയ്തു കഴിഞ്ഞു. യുവാക്കള് അല്ലെങ്കിൽ യുവത്വം ഏറ്റവും വലിയ സൗഭാഗ്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മളുടെ ജീവിതത്തിന്റെ വിജയമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് വിശുദ്ധ ദീനിലൂടെ മാത്രമേ കിട്ടൂ എന്ന ഒരു തിരിച്ചറിവ് യുവാക്കളുടെ സമൂഹമേ നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായി ഉണ്ടാകണം. അതിനോടൊപ്പം ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ ഓർമ്മപ്പെടുത്തട്ടെ. നമ്മുടെ സൗഹൃദങ്ങൾ എങ്ങനെയുള്ളതാണ്? നമ്മുടെ സൗഹൃദങ്ങൾ എന്താണ്? കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു, അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന ഒരു കൂട്ടുകാരൻ നമുക്കുണ്ടോ? നമ്മൾ പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ, നമ്മുടെ കോളേജുകളിൽ, നാം ബന്ധപ്പെടുന്ന നമ്മുടെ അയൽവാസികളിൽ, നമ്മുടെ നാട്ടിലുള്ള കൂട്ടുകാരിൽ അള്ളാഹുവിൻ്റെ വീട്ടിലേക്ക്, പള്ളിയിലേക്ക് ക്ഷണം വരുമ്പോൾ, ഹയ്യാല സ്വലാത്തിന്റെ വിളി വരുമ്പോൾ നമുക്ക് പള്ളിയിൽ പോകാമെന്ന് പറയുന്ന ഒരു കൂട്ടുകാരൻ നമുക്കുണ്ടോ എന്ന് യുവാക്കളുടെ സമൂഹമേ നമ്മൾ ആലോചിക്കണം. നാം ഏതെങ്കിലും ഒരു തെറ്റിലേക്ക് പോകുമ്പോൾ, ഒരു ലഹരിയുടെ പിറകെ പോകുമ്പോൾ, അല്ലെങ്കിൽ റാഗിങ് പോലെ കോളേജിന്റെ മുഴുവൻ നേനിയെയും കെടുത്തിക്കളയുന്ന ക്രൂരമായ മനുഷ്യത്വരഹിതമായ വിനോദങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പുതിയ ലോകത്തും പുതിയ തലമുറയിലും ഇതുപോലുള്ള ക്രൂരമായ മൃഗയാ വിനോദങ്ങളിൽ ഏർപ്പെടുന്ന ചെറുപ്പക്കാരാ, എന്താണ് നമ്മളുടെ കൂട്ടുകാര്? അവർ നമ്മളെ എന്തിലേക്കാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു സൗഹൃദം, റസൂലുമായി ബന്ധപ്പെട്ട യാ ലൈതനി തഖതു മഅ റസൂലി സബീല യാ വൈലതാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല എന്ന് പറഞ്ഞ ഓരോ കൂട്ടുകാരും വിലപിക്കുന്ന ഒരു സമയമുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അല്ലഹില്ലാഉ ബഅദുഹും യൗമഇദിൻ ലിബഅദിൻ അദുവ്വുൻ. എല്ലാ കൂട്ടുകാരും ശത്രുക്കളാണ് ഖിയാമത്തിന്റെ ദിവസത്തിൽ. ഈ ലോകം അവസാനിച്ചാൽ, ഈ ലോകത്തിന്റെ സംവിധാനങ്ങൾ അവസാനിക്കുകയും ഒരു മറുലോകത്തിലേക്ക് ലോകത്തിന്റെ സംവിധാനങ്ങൾ പറിച്ചു നടപ്പെടുകയും ചെയ്താൽ മുഴുവൻ കൂട്ടുകാരും ശത്രുക്കളാണ്. തഖ്വയുടെ അടിസ്ഥാനത്തിൽ ജീവിച്ചവരൊഴികെ ബാക്കിയെല്ലാം ശത്രുക്കളാണെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടെങ്കിൽ സൗഹൃദം കൊണ്ട് നമ്മൾ എന്തൊക്കെയാണ് പങ്കുവെച്ചത്?
നമ്മുടെ കൂട്ടുകാർ നമുക്ക് എന്തൊക്കെയാണ് തന്നത്? നമ്മുടെ കൂട്ടുകാർക്ക് നാം എന്തൊക്കെയാണ് കൊടുത്തത്? അത് ലഹരിയാണോ കൊടുത്തത്? ക്രൂരമായ അക്രമങ്ങളാണോ നമ്മൾ ചെയ്തത് കൂട്ടുകൂടിയിട്ട്? അല്ലെങ്കിൽ അതുപോലെ പറയാൻ അറയ്ക്കുന്ന ഒരു ജുമായുടെ സദസ്സിൽ നിന്ന് പറയാൻ പറ്റാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്കാണ് നമ്മളുടെ കൂട്ടുകാരെ നമ്മളെ കൊണ്ടുപോയതെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അർറജുലു അലാ ദീനി ഖലീലി, ഒരു മനുഷ്യൻ ജീവിക്കുന്നത് അവൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിലാണ്. കൂട്ടുകാരൻ്റെ പെരുമാറ്റ ചട്ടങ്ങളാണ് അവൻ്റെത്. ഒരു കൂട്ടുകാരൻ്റെ നിലപാട് എന്താണോ ആ നിലപാടിലാണ് ഓരോരുത്തരും ഉണ്ടാവുക. നമ്മുടെ കൂട്ടുകാരാരാണ് എന്ന് വളരെ ഗൗരവത്തിൽ സഹോദരങ്ങളെ നാം ചിന്തിക്കണം. ഈ സമൂഹം നിങ്ങളിൽ വലിയ പ്രതീക്ഷ വെക്കുന്നുണ്ട്. നിങ്ങളുടെ ഉപ്പയും ഉമ്മയും നിങ്ങളിൽ വലിയ പ്രതീക്ഷ വെക്കുന്നുണ്ട്. നാട്ടിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല സ്കൂള് അല്ലെങ്കിൽ കോളേജ്, വലിയ താങ്ങാൻ കഴിയാത്ത തുക എവിടെന്നെങ്കിലുമൊക്കെ കടം വാങ്ങി നിങ്ങളെ ആ സ്ഥാപനങ്ങളിലേക്ക് അയക്കുന്നത് എത്ര വലിയ പ്രതീക്ഷയിലാണ്. അവർക്ക് നിങ്ങൾ തിരിച്ചു കൊടുത്ത കണ്ണുനീരാണെങ്കിൽ, അവർക്ക് നിങ്ങൾ തിരിച്ചു കൊടുത്ത അപമാനമാണെങ്കിൽ, സഹോദരങ്ങളെ, നമ്മൾ ഈ ലോകത്ത് ജീവിതം കൊണ്ട് എന്താണ് നേടിയത്? നമുക്ക് എന്ത് നേടാൻ കഴിഞ്ഞു? എനിക്ക് വേണ്ടി ഒരുപാട് വിയർപ്പൊഴുക്കിയ എൻ്റെ ഉപ്പ അവസാനം എൻ്റെ പഠനത്തിന് വേണ്ടി ആരോടൊക്കെ കടം വാങ്ങി, താങ്ങാൻ കഴിയാത്ത തുക കടം വാങ്ങി, ആരുടെയൊക്കെ കാല് പിടിച്ച് എവിടെ നിന്നൊക്കെ ഏതെല്ലാം തരത്തിൽ അഡ്മിഷൻ തരപ്പെടുത്തി നമ്മളെ ഒരു സ്ഥാപനത്തിലേക്ക് അയക്കുമ്പോൾ ആ ഉപ്പയുടെ മനസ്സിലൊരു സ്വപ്നമില്ലേ? ആ സ്വപ്നത്തോടൊപ്പം സഞ്ചരിക്കാൻ നമുക്ക് കഴിഞ്ഞോ? ഇതുവരെയുള്ള നമ്മുടെ യാത്ര ഏത് വഴിക്കായിരുന്നു? സഹോദര, യുവാക്കളുടെ സംഘമേ, നമ്മളൊന്ന് ആലോചിക്കണം. നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ മനസ്സിന്റെ സ്വപ്നത്തിനൊത്ത് നമുക്ക് വളരാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഏറ്റവും ചുരുങ്ങിയത് തിരിച്ചവർക്ക് അപമാനം കൊടുക്കാതിരിക്കാനെങ്കിലും നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മുടെ ജീവിതം വഴിവിട്ടുപോയാൽ ആരാണ് അപമാനിതരാവുക? ആർക്കാണ് അതുകൊണ്ട് നഷ്ടം വരിക? ഒന്നാമതായി നമുക്കാണ്. പക്ഷേ നമ്മളുടെ ഓരോ വളർച്ചയെയും സ്നേഹത്തോടെ പ്രതീക്ഷയോടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഉപ്പയും ഉമ്മയും നമുക്കില്ലേ? നമ്മുടെ കുടുംബക്കാർ നമുക്കില്ലേ? അവർക്ക് നാം എന്താണ് തിരിച്ചു കൊടുത്തത്? ശരിക്കും ഇന്നത്തെ അവസ്ഥയിൽ തലമുറ, ഈ മസ്ജിദിനെ സംബന്ധിച്ച് പറയുമ്പോൾ അഭിമാനമുണ്ട്, അത് ചേർത്ത് പറയാതിരിക്കാൻ കഴിയില്ല. ഒരുപാട് യുവാക്കളുടെ കണ്ണ് നനയിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. രാത്രി 2 മണിക്കും 1:30 മണിക്കും ഇവിടെ വന്ന് ഖിയാമുൽ ലൈൽ ദീർഘനേരം നമസ്കരിക്കുന്ന അനേകം യുവാക്കളുണ്ട്, അനേകം ചെറുപ്പക്കാരുണ്ട്, ദീനി തൽപരരായ ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. അവരിൽ നമ്മൾ അഭിമാനിക്കുന്നു, അവരുടെ കാര്യത്തിൽ നമ്മൾ സന്തോഷിക്കുന്നു. അപ്പോഴും ഞാൻ പറയട്ടെ, നമ്മുടെ കൂട്ടുകാർ, നമ്മൾ പഠിക്കുന്ന സ്ഥാപനത്തിന്റെ അവസ്ഥ എന്താണ്? അവരുടെ കാര്യത്തിൽ അവർ വഴിതെറ്റി പോകുമ്പോൾ അവരുടെ കാര്യത്തിൽ ഇടപെടാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഈ സമൂഹത്തിന്റെ നേരിന്റെ വഴിയിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് കഴിയുന്നുണ്ടോ? യുവാക്കളുടെ സമൂഹമേ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു വാക്കുണ്ട്, ഇന്നല്ലാഹ ലയഅജബു മിനശ്ശാബി അല്ലദീ ലൈസത് ലഹു സബവത്തുൻ. തെറ്റായ രീതികളില്ലാത്ത ഒരു യുവാവിനോട് അല്ലാഹ് ഇഷ്ടമാണ് എന്ന് മാത്രമല്ല, ആ വാക്കിന് 2 അർത്ഥം പറയുന്നുണ്ട്. ഒറ്റപ്പെട്ട് ജീവിക്കാത്ത യുവാക്കളോട് അല്ലാഹ് ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ യുവാക്കൾ സമൂഹത്തിൽ ജീവിക്കണമെന്ന റസൂലിന്റെ സങ്കല്പം. യുവാക്കൾ കുടുംബത്തിൽ ജീവിക്കണമെന്ന റസൂലിന്റെ സങ്കല്പം. യുവാക്കൾ എല്ലാവരോടൊപ്പം ചേർന്ന് ജീവിക്കണമെന്ന റസൂലിന്റെ സങ്കല്പം. ഏതെങ്കിലും ഒരു പ്രത്യേകമായ തുരുത്ത്, നമ്മൾ പ്രത്യേകമായ ചില പദ്ധതികൾ വെച്ച് ആ പദ്ധതിയെ സപ്പോർട്ട് ചെയ്യുന്നവരെ മാത്രം കൂടെ കൂട്ടി ഒരു തുരുത്തുണ്ടാക്കി ആ തുരുത്തിൽ ജീവിക്കേണ്ടവരല്ല നമ്മൾ. എല്ലാവരും ഒന്നായി ചേർന്ന് ജീവിക്കുന്ന, ആ സമൂഹത്തിന്റെ ഇടയിൽ അഭിമാനപൂർവ്വം ജീവിക്കുന്ന, തിന്മകളിലേക്ക് പോകാത്ത ചെറുപ്പക്കാരെ അള്ളാഹുവിന് ഇഷ്ടമാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സാമൂഹിക ജീവിതത്തെ നമ്മളുടെ മുമ്പിൽ തരുന്ന ഒരു സങ്കല്പമുണ്ട്. ആ സങ്കല്പത്തിൽ നമ്മളെല്ലാവരും പരസ്പരം അറിഞ്ഞും ചേർന്നും നന്മകൾ പരസ്പരം പങ്കുവെച്ചും തിന്മകൾ പരസ്പരം വിലക്കിയും എല്ലാം ജീവിക്കുന്ന ഒരു സാമൂഹിക അന്തരീക്ഷമാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഒരു സംഘം യുവാക്കളെ സംബന്ധിച്ച് പറയുന്നുണ്ട്, അം ഹസിബ്ത അന്ന അസ്ഹാബൽ കഹ്ഫി വറഖീമി കാനൂ മിൻ ആയാതിനാ അജബ. അസ്ഹാബുൽ കഹ്ഫ് എന്ന് പറഞ്ഞാൽ ഒരു സംഘം യുവാക്കളെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. വെള്ളിയാഴ്ച ദിവസങ്ങൾ നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫിന്റെ പ്രധാന വിഷയം ഒരു സംഘം യുവാക്കളാണ്. ആ യുവാക്കള് ജീവിച്ച നാട്ടിലുള്ള രാജാവ് ശിർക്ക് ചെയ്ത് ജീവിക്കണമെന്നുള്ള നിയമം രാജ്യത്ത് നടപ്പിലാക്കുകയും ഒരു ഏക മതം രാജ്യത്ത് അടിച്ചേൽപ്പിക്കുകയും മതസ്വാതന്ത്ര്യത്തെ സമ്പൂർണമായി വിലക്കുകയും ചെയ്തപ്പോൾ
എനിക്കെന്റെ വിശ്വാസമാണ് വലുത് എന്ന് തീരുമാനിച്ച ഒരു സംഘം യുവാക്കളെ സംബന്ധിച്ചാണ് സൂറത്തുൽ കഹ്ഫ് പറയുന്നത്. എല്ലാ അധികാരവും ഉണ്ടായിരുന്ന രാജാവിനോട് ഏറ്റുമുട്ടാനും മാത്രമുള്ള കഴിവൊന്നും ഈ ചെറുപ്പക്കാർക്കില്ലായിരുന്നു. പക്ഷേ അവരുടെ മുമ്പിൽ അള്ളാഹുവിനെ കുറിച്ചൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. അള്ളാഹുവിൻ്റെ വിശ്വാസത്തിൽ നമ്മൾ ഒരു മാർഗത്തിലേക്ക് ഇറങ്ങിപ്പുറപ്പെട്ടാൽ അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകുമെന്ന് വിശ്വാസമുണ്ടായിരുന്നു. ആ വിശ്വാസത്തിൽ ആ സംഘം പുറപ്പെട്ടു. ഒരു ഗുഹയിൽ അവർ അഭയം തേടി. ആ ഗുഹയിൽ നിന്നും അവർ കുറച്ച് നാൾ കഴിഞ്ഞ് എഴുന്നേറ്റ് വരുമ്പോൾ നാട്ടിന്റെ സംവിധാനങ്ങൾ മുഴുവൻ മാറിയിരിക്കുന്നു. നാട് ഭരിച്ചിരുന്ന ഭരണാധികാരികളെല്ലാം ഈ ലോകത്ത് നിന്ന് നശിച്ചു പോയിരിക്കുന്നു. വേറൊരു ഭരണം ലോകത്ത് ആ നാട്ടിൽ വന്നിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസം കാത്ത് സംരക്ഷിച്ച് ജീവിക്കും എന്ന് തീരുമാനിച്ച ചെറുപ്പക്കാർക്ക് വേണ്ടി നാട് മുഴുവൻ മാറുന്നിടത്തോളം കിടത്തി ഉറക്കിയ സംഭവമാണ് അസ്ഹാബുൽ കഹ്ഫിന് പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അതൊരു വലിയ അത്ഭുതമാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എനിക്ക് വേണ്ടി ഒരു സംഘം ഇറങ്ങി പുറപ്പെട്ടാൽ, അതും യുവാക്കളുടെ ഒരു സംഘം, എൻ്റെ തൃപ്തിക്ക് വേണ്ടി എന്നോടുള്ള വിശ്വാസത്തെ സംരക്ഷിക്കുമെന്ന തീരുമാനത്തിൽ ഇറങ്ങി പുറപ്പെട്ടാൽ അത്തരക്കാരെ ഞാൻ സംരക്ഷിക്കും. ആ സംരക്ഷണത്തിന്റെ ചരിത്രം വലിയ സംഭവമൊന്നുമല്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. എന്ന് വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും ആവർത്തിക്കും അത്തരം സംഭവങ്ങൾ എന്നർത്ഥം. അള്ളാഹുവിന് വേണ്ടിയാണ് നാം ഇറങ്ങി പുറപ്പെടുന്നതെങ്കിൽ, അള്ളാഹുവിന്റെ തൃപ്തിയെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നതെങ്കിൽ, അള്ളാഹിന്റെ തൃപ്തിയുടെ മാർഗത്തിൽ ജീവിക്കണം ാണ് നാം ആഗ്രഹിക്കുന്നതെങ്കിൽ, ഏത് കോളേജിന്റെ സാഹചര്യത്തിലും ഏത് ദുഷിച്ച അന്തരീക്ഷത്തിലും അതിനുള്ള സാധ്യത ഞാൻ ഒരുക്കി തരും. അത് പഴയ കാലത്ത് നടന്ന ഒരു കടങ്കഥയാണ് എന്നോ വെറും ഒരു കഥയാണെന്നോ നിങ്ങൾ വിചാരിക്കണ്ട. അത്തരം ചരിത്രങ്ങളുടെ ആവർത്തനങ്ങൾ ഇനിയും ലോകത്ത് സാധ്യമാകും. ആ ഒരു മനസ്സിൽ യുവാക്കളുടെ സംഘമേ നിങ്ങൾ തീരുമാനമെടുത്താൽ നിങ്ങളോടൊപ്പം സഹായവുമായി ഞാൻ ഉണ്ടാകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു വലിയ സന്ദേശം അതിലൂടെ തരുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, യുവാക്കളുടെ സംഘമേ, നാം വളരെ ഗൗരവത്തിൽ ചിന്തിക്കുക. ഇന്ന് മയക്കുമരുന്നിന്റെ പേരിൽ അഭിമാനം നഷ്ടപ്പെട്ടു പോകുന്ന, തലതാഴ്ത്തി ജീവിക്കേണ്ടി വരുന്ന ഒരുപാട് മാതാപിതാക്കളുടെ കണ്ണുനീര് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ മാതാപിതാക്കളെല്ലാം മക്കളുടെ വിഷയത്തിൽ വലിയ സ്വപ്നം കണ്ടവരാണ്, വലിയ പ്രതീക്ഷ വെച്ചവരാണ്, അവരെ എവിടെയെങ്കിലും ഒന്ന് എത്തിക്കണമെന്ന് ആഗ്രഹിച്ചവരാണ്. നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം മക്കൾക്ക് എങ്ങനെയെങ്കിലും നേടിക്കൊടുക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് അതിനുവേണ്ടി ഒരുപാട് പണിയെടുത്തവരാണ്, അതിനുവേണ്ടി വലിയ സമ്പത്ത് മുടക്കിയവരാണ്. പക്ഷേ ഇന്ന് മക്കളെ ഓർത്ത് അഭിമാനം നഷ്ടപ്പെട്ട് അപമാന ഭാരത്താൽ തലകുനിച്ച് നടക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ മാതാപിതാക്കൾ എത്തിപ്പോയിട്ടുണ്ടെങ്കിൽ, സമൂഹത്തിൽ നിന്നും ഒരിക്കലും നിർമാർജനം ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ലഹരി സർവ്വസാധാരണമായി മാറിയിട്ടുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, നമ്മളുടെ യുവാക്കളുടെ സമൂഹമേ, നമ്മളെ ഉപയോഗിച്ച് ആരെങ്കിലും കച്ചവടം നടത്താൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ഇത് വലിയ ഒരു കച്ചവടമായി മാറിയിരിക്കുകയാണ്, വലിയ ബിസിനസ്സായി മാറിയിരിക്കുകയാണ്. ഏറ്റവും പെട്ടെന്ന് ലാഭമുണ്ടാക്കാനുള്ള മാർഗമായി ലഹരിയുടെ ബിസിനസ് മാറിയിരിക്കുന്നു. അതിൻ്റെ പേരിൽ ഈ യുവാക്കളെയെല്ലാം ഉപകരണമായി എടുത്തുകൊണ്ടിരിക്കുകയാണ്. സഹോദര, കോളേജുകൾ പഠിക്കുന്ന ചെറുപ്പക്കാരാ, യുവാക്കളെ, എന്തിനാണ് മറ്റുള്ളവരുടെ ആയുധമായി നമ്മൾ മാറുന്നത്, മറ്റുള്ളവരുടെ ഉപകരണമായി നമ്മൾ മാറുന്നത്? നമുക്ക് നമ്മളുടേതായ ആത്മാഭിമാനമില്ലേ? കോടികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ വെറും ചില ഉപകരണങ്ങളാക്കി മാറ്റുമ്പോൾ നമുക്ക് സ്വന്തമായി ഒരു തീരുമാനമെടുക്കാൻ കഴിയണ്ടേ? എന്നെ കൊണ്ട് അങ്ങനെ ആരും ജീവിക്കണ്ട എന്ന്. ഞാൻ ഈ ലോകത്ത് ജീവിക്കുന്നിടത്തോളം എന്നെ കാണുന്ന, എന്നെക്കുറിച്ച് വലിയ സ്വപ്നങ്ങൾ നെയ്ത് ജീവിക്കുന്ന എൻ്റെ വീട്ടിൻ്റെ ഉള്ളിലുള്ള ഉപ്പയുടെയും ഉമ്മയുടെയും സ്വപ്നത്തിൻ്റെ അപ്പുറത്തേക്ക് അവർ കാണുന്ന സങ്കല്പത്തിനെ തിരുത്തിക്കൊണ്ട് ഒരു ജീവിതം എനിക്ക് സാധ്യമല്ല എന്നാണ് നമുക്ക് തീരുമാനിക്കാൻ കഴിയുക. അങ്ങനെ തീരുമാനിച്ചാൽ സഹോദര, സഹോദരി, നമ്മൾ ഈ നാടിന് അഭിമാനമാണ്, നമ്മൾ ഈ സമൂഹത്തിന് അഭിമാനമാണ്, നമ്മൾ നമ്മുടെ കുടുംബത്തിന് അഭിമാനമാണ്. അഭിമാനം എന്ന് പറഞ്ഞാൽ ധാരാളം പല നിലയിലും ആലോചിക്കുമ്പോൾ അഭിമാനം തോന്നുന്ന ഒരവസ്ഥയിലാണ് നമ്മളുള്ളത്. എത്രയോ നല്ല അഭ്യസ്ത വിദ്യരായ ആൾക്കാർ, എത്രയോ വലിയ സമ്പന്നരായ ആൾക്കാർ നമ്മുടെ ഈ മസ്ജിദിൽ വന്ന് രാത്രി മുഴുവൻ ഇബാദത്തിൽ കഴിയുന്നു, പകലിൽ ഇബാദത്തിൽ കഴിയുന്നു. യുവാക്കളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഒരു ഭാഗത്തുണ്ടാകുന്ന മാറ്റങ്ങൾ അത്ഭുതമാണ്. മറുഭാഗത്ത് ഈ പറഞ്ഞ തരത്തിലുള്ള മാരകമായ ദുരന്തങ്ങൾ സമൂഹത്തെ വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ്. ഒരു നിലയ്ക്കും ഇനി ഈ സമൂഹത്തിന് മോചനമില്ല എന്ന് തീർത്തു പറയാൻ കഴിയുന്ന തരത്തിൽ ഇത്തരത്തിലുള്ള മഹാമാരികൾ സമൂഹത്തെ പിടികൂടിയിരിക്കുകയാണ്. സഹോദര, ഒന്നായി തിരുത്താൻ നമുക്ക് കഴിയില്ലെങ്കിലും നമുക്ക് മാറാൻ കഴിയും. നമ്മൾ പഠിക്കുന്ന കോളേജുകളിൽ, നമ്മൾ പഠിക്കുന്ന സ്കൂളുകളിൽ, ഇന്ന് സ്കൂളിൽ നിന്നാണ് ഇത്തരം കാര്യങ്ങൾ ആരംഭിക്കുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു വചനവും കൂടെ ഞാൻ സാന്ദർഭികമായി ഓർമ്മിപ്പിക്കട്ടെ. യാ മഅ്ശറ ശബാബ്,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു. ഒരുപക്ഷെ ഈ കാലഘട്ടത്തിലെ യുവാക്കളെയാണോ ആ വിളിച്ചതെന്ന് തോന്നും. അന്നത്തെ കാലഘട്ടത്തിൽ ഇത്തരം ഒരു വിളിക്കൊരു പ്രസക്തിയുമില്ല എന്നാണ് സത്യത്തിൽ തോന്നുക. യാ മഅ്ശറ ശബാബ്, യുവാക്കളെ, മനിസ്തതഅ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ്, നിങ്ങൾ നിന്നും സാധിക്കുന്നവരെല്ലാം വിവാഹം കഴിക്കണം കേട്ടോ. ഈ വർത്തമാനം ആരോടാണ് പറയുന്നത്? അന്നത്തെ കാലഘട്ടത്തിൽ വിവാഹം കഴിക്കണം ചെറുപ്പക്കാരാ എന്നൊന്ന് വിളിച്ചു പറയണമെന്ന് സാഹചര്യവുമില്ലായിരുന്നു. എല്ലാവരും വിവാഹം കഴിച്ച് കുടുംബജീവൻ നയിച്ചുകൊണ്ടിരുന്ന ഒരു കാലമാണ്. പക്ഷേ ഇന്നത്തെ തലമുറയോടാണ് മുഹമ്മദുർ റസൂലുള്ളാഹി ഈ വാക്ക് പറയുന്നത് നമുക്ക് തോന്നിപ്പോകും. യാ മഅ്ശറ ശബാബ്, യുവാക്കളെ, മനിസ്തതഅ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ്, നിങ്ങളൊരു വിവാഹം കഴിക്കൂ. വിവാഹം കഴിച്ച് അന്തസ്സായിട്ട് നിങ്ങൾ ജീവിക്കൂ. ഒരു കുടുംബ സംവിധാനത്തിൽ നിങ്ങൾ ജീവിക്കൂ. മനുഷ്യന്റെ ലൈംഗികമായ ആവശ്യങ്ങളെ അനുവദനീയമായ വഴിയിലൂടെ നിങ്ങൾ പൂർത്തീകരിക്കൂ. മനുഷ്യനാണെങ്കിൽ അവന്റെ ജനിതകമായ ആവശ്യമാണിതെല്ലാം. ഇതിനെയൊന്നും അവഗണിച്ച് മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല. ഇതിനെയൊക്കെ വേണ്ടാന്ന് വെച്ച് ജീവിക്കാൻ കഴിയില്ല. അതൊക്കെ അനുവദനീയമായ വഴിയിൽ പൂർത്തീകരിക്കാൻ ആവശ്യമായ നിയമങ്ങൾ അനുവദനീയമായ മാർഗത്തിൽ അല്ലാഹ് നമ്മുടെ മുമ്പിൽ തുറന്നു തന്നിട്ടുണ്ട്. അതിലെ ഒരു മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒരു സുന്നത്തായ അമലാണ് വിവാഹം. പക്ഷേ വിവാഹത്തോട് വിമുഖത കാണിക്കുന്ന വളർന്നു വരുന്ന പുതിയ തലമുറയോടായിരിക്കാം അള്ളാഹുവിന്റെ റസൂല് പറയുന്നത്, യാ മഅ്ശറ ശബാബ്, നിങ്ങളൊരു വിവാഹം കഴിക്കൂ കേട്ടോ. വിവാഹം കഴിച്ച് ജീവിക്കണം നിങ്ങൾ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു വചനം വളരെയേറെ ശ്രദ്ധേയമാണ്. ഒരു പക്ഷേ നമ്മൾ കേട്ടിട്ടുണ്ടാവും, പല ആവർത്തി കേട്ടിട്ടുണ്ടാവും. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് ചോദിക്കാണ്, എനിക്ക് വ്യഭിചരിക്കാൻ അനുവാദം തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഈ ചോദ്യം കേട്ടപ്പോൾ സദസ്സാകെ ഇളകി മറിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശാന്തമായി ആ മനുഷ്യനെ എൻ്റെ അടുക്കലേക്ക് പറഞ്ഞയക്കാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനെ അടുത്ത് കൊണ്ടുവന്നിരുത്തിയിട്ട് ചോദിച്ചു, നിന്റെ ഉമ്മ, നിന്റെ സഹോദരി, നിന്റെ ഭാര്യ ആരെങ്കിലുമായി വ്യഭിചരിക്കുന്നത് നിനക്ക് ഇഷ്ടമാണോ? അത് ചോദിച്ചപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, ഒരിക്കലും എനിക്ക് സഹിക്കാൻ പറ്റില്ല, എനിക്കത് ചിന്തിക്കാൻ പോലും കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ വ്യഭിചരിക്കാൻ ഉദ്ദേശിക്കുന്നവർ ലോകത്താരുടെയെങ്കിലും ഉമ്മയായിരിക്കില്ലേ? ലോകത്താരുടെയെങ്കിലും ഭാര്യയായിരിക്കില്ലേ? ലോകത്താരുടെയെങ്കിലും സഹോദരിയായിരിക്കില്ലേ? അതേ വികാരത്തിൽ തന്നെയല്ലേ അവരതിനെ കാണുന്നത്? എന്തുകൊണ്ടാണ് നീ പിന്നെ ഇത്തരത്തിലുള്ള ദുർബലമായ ചിന്തകൾ കൊണ്ടു നടക്കുന്നത് എന്ന് ചോദിക്കുന്ന ആ ഒരൊറ്റ ചോദ്യത്തിൽ ആ മനുഷ്യൻ പറയുന്നുണ്ട്, വ്യഭിചരിക്കണം എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തിൽ റസൂലിന്റെ അടുക്കലേക്ക് വന്ന ഞാൻ ആ ഒരു കാര്യം ഏറ്റവും മ്ലേച്ഛമായ കാര്യമായി മനസ്സിലാക്കിയിട്ടാണ് തിരിച്ചിറങ്ങിപ്പോയത് എന്ന്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച പാഠമാണ്. വിവാഹേതരമായ ഏത് കാര്യങ്ങളും അനുവദനീയമല്ല. വിവാഹം സമ്പൂർണമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീനിന്റെ പൂർത്തീകരണത്തിന്റെ ഭാഗമായി മനുഷ്യാവശ്യങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി തന്നതാണ്. അല്ലെങ്കിൽ അള്ളാഹു നമുക്ക് തന്ന നിഅമത്താണ്. അതിൽ നിന്നും എന്തുകൊണ്ട് പുതിയ സമൂഹം വിമുഖരായി പോയിക്കൊണ്ടിരിക്കുന്നു? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനങ്ങൾ, ചെറുപ്പക്കാരെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, ഗൗരവമായ പാപങ്ങൾ ഗൗരവം തന്നെയാണ്. അത് സമൂഹത്തിൽ സാർവത്രികമായി എന്നതിൻ്റെ പേരിൽ ഗൗരവം അതിൻ്റെത് കുറയുന്നില്ല. പലിശ ഏറ്റവും ഗൗരവം തന്നെയാണ്. എല്ലാവരും പലിശ വാങ്ങുന്നുണ്ടല്ലോ, അതുകൊണ്ട് അങ്ങനെ ഒരു നിയമം ഇസ്ലാമിലില്ല. ഇസ്ലാമിൻ്റെ നിയമം അങ്ങനെയല്ല. വ്യഭിചാരം ഏറ്റവും ഗൗരവമായ പാപമാണ്. അത് വ്യാപകമായി പോയല്ലോ എന്നതിൻ്റെ പേരിൽ, വ്യാപകമായതിൻ്റെ പേരിൽ ഒരു കാര്യത്തിൻ്റെയും ഒരു തിന്മയുടെയും ഗൗരവം കുറയുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ലഹരിയുടെ ഉപയോഗം ഏറ്റവും ഗൗരവമാണ്. അത് സാധാരണമായി പോയി എന്നതിൻ്റെ പേരിൽ എൻ്റെ ഗൗരവം കുറയുന്നില്ല. സഹോദരങ്ങളെ, യുവാക്കളുടെ സംഘമേ, നമ്മൾ നന്നായി മനസ്സിലാക്കണേ. ഈ സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ സമൂഹത്തിന് വേണ്ടി നമുക്ക് പലതും ചെയ്യാനുണ്ട്. നന്മകൾ അവർക്ക് കൊടുക്കാനുണ്ട്. നമ്മുടെ കുടുംബത്തിനും നമ്മുടെ വീട്ടുകാർക്കും എല്ലാം കൊടുക്കാനുണ്ട്. അത് കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ആർക്കും നാം ആയിട്ടൊരു വിഷമവും പേരുദോഷവും ഉണ്ടാക്കാതിരിക്കാൻ നാം ശ്രദ്ധിക്കണം. യുവാക്കളുടെ സമൂഹത്തിനോട് സാന്ദർഭികമായി ഞാൻ ചില കാര്യങ്ങൾ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തിയതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. ഇത് യുവാക്കളോട് മാത്രമല്ല, പ്രഥമ സംബോധിതർ യുവാക്കൾ മാത്രമാണെങ്കിലും ഇതിൻ്റെ എല്ലാം ആശയങ്ങൾ എല്ലാവരിലൂടെയും കടന്നു പോകുന്ന ആശയങ്ങൾ തന്നെയാണ് എന്ന് നാം തിരിച്ചറിയുകയും വേണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പെരുന്നാളിൻ്റെ ദിവസത്തിൽ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ ഒരു പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. ഒന്നാമതായി രാവിലെ തന്നെ കുളിക്കുക എന്നുള്ളതാണ്. ചെറിയ പെരുന്നാളിൻ്റെ സന്ദർഭത്തിലാണെങ്കിൽ ആഹാരം കഴിച്ചതിന് ശേഷമാണ് പെരുന്നാൾ മുസല്ലയിലേക്ക് വരേണ്ടത്. പെരുന്നാൾ ദിവസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുന്നത്ത് തക്ബീറുകളാണ്. പെരുന്നാളിൻ്റെ തലേ ദിവസം മഗ്രിബോടുകൂടി ആരംഭിക്കുന്ന തക്ബീറുകൾ, അത് ഇമാമ് മിമ്പറിലേക്ക് കയറുന്നത് വരെ അല്ലെങ്കിൽ മുസല്ലയിലേക്ക് എത്തുന്നത് വരെ ഉള്ള സമയത്ത് നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കാനുള്ളതാണ് പെരുന്നാൾ ദിവസത്തിൻ്റെ തക്ബീറുകൾ. അതുപോലെ പെരുന്നാളിൻ്റെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുക,
പെരുന്നാളിൻ്റെ സന്തോഷങ്ങൾ പരസ്പരം പങ്കുവെക്കുക എന്നുള്ളതാണ്. പെരുന്നാൾ ആസ്വാദനമാണ്. ആസ്വാദനം മറ്റുള്ളവർക്ക് സന്തോഷം കൊടുത്തുകൊണ്ടാണ്, അല്ലാതെ അവിഹിതമായ അല്ലെങ്കിൽ തെറ്റായ മാർഗങ്ങളിലൂടെ ആസ്വദിക്കുക അല്ലെങ്കിൽ ആഘോഷിക്കുക എന്നുള്ളത് ഇസ്ലാമികമല്ല. അതുപോലെ ഏറ്റവും സാധിക്കുന്നിടത്തോളം നല്ല വസ്ത്രങ്ങൾ ഉപയോഗിക്കുക, നല്ല സുഗന്ധങ്ങൾ ഉപയോഗിക്കുക, സാധിക്കുന്നിടത്തോളം സുന്ദരന്മാരായി മസ്ജിദുകളിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഒരു വഴിയിലൂടെ വരിക, മറ്റൊരു വഴിയിലൂടെ പോവുക എന്നതാണ്. ആ ദിവസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സദഖ, ഫിത്ർ സക്കാത്താണ്. ഫിത്ർ സക്കാത്ത് ഓരോരുത്തർക്കും നിർബന്ധമായ കാര്യമാണ്. പെരുന്നാളിൻ്റെ സൂര്യാസ്തമയത്തോടുകൂടി, തലേന്ന് സൂര്യാസ്തമയത്തോടുകൂടി അത് നിർവഹിക്കാൻ അനുവാദമുണ്ട്. അതിനു മുമ്പും കൊടുക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ പെരുന്നാളിൻ്റെ മുസല്ലയിലേക്ക് എത്തുന്നതിന് മുമ്പ് അത് കൊടുത്ത് വീട്ടിയിരിക്കണം എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. അതുകൊണ്ട് ഫിത്ർ സക്കാത്തിൻ്റെ കാര്യത്തിൽ നാം എല്ലാവരും ശ്രദ്ധിക്കുക. ഇതുവരെ നാം ഖിയാമുൽ ലൈലിൻ്റെ ഒരു നമസ്കാരത്തിൻ്റെ ഒരു പ്രത്യേകമായ ദീനീ അന്തരീക്ഷത്തിലായിരുന്നു. നോമ്പിൻ്റെ അതിൻ്റെ ഒരു ദീനീ അന്തരീക്ഷത്തിലായിരുന്നു. മസ്ജിദുമായി കഴിഞ്ഞുകൂടിയ ഒരു പ്രത്യേകമായ ദീനീ അന്തരീക്ഷം നമുക്കുണ്ടായിരുന്നു. അതുപോലെ മറ്റെല്ലാ കാര്യങ്ങളിലും സദഖകൾ, ഖുർആൻ പാരായണം എന്നിങ്ങനെ നന്മകൾ ഒരുപാട് നമ്മൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ ചെയ്തു കൂട്ടിയ നന്മകളുടെ ഒരു പരിസരം നമുക്കുണ്ടായിരുന്നു. അതെല്ലാം ഈ റമദാനോടുകൂടി തീർത്തും ഇല്ലാതായി പോകാതിരിക്കാനുള്ള ശ്രമം നമുക്കുണ്ടാകണം. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ സമ്പൂർണ്ണമായും അത് പാലിക്കാനെങ്കിലും നമുക്ക് കഴിയണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.